എല്ലാവർക്കും ഉത്സവകേരളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് അന്നമനട ഉമാമഹേശ്വരൻ്റെ സാരഥിയായ ശ്രീ മനോജേട്ടനാണ്. അപ്പോൾ നമുക്ക് മനോജേട്ടനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നമസ്കാരം മനോജേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ സീസൺ ഇപ്പോൾ തുടങ്ങിയിട്ട്? ഈ സീസൺ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആന നീര് മതകാലം കഴിഞ്ഞ് അഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ്റാനിക്കര അമ്പലത്തിലാണ് നമ്മൾ ഫസ്റ്റ് പരിപാടി എടുക്കുന്നത്. ഇപ്പോൾ ചോറ്റാനിക്കര കഴിഞ്ഞ 10-ാം തീയതി മുതൽ പരിപാടി എടുത്ത് തുടങ്ങി. പിന്നെ ഇപ്പോൾ ഒരു 5-6 പ്രോഗ്രാമുകൾ കഴിഞ്ഞു, കുഴപ്പമില്ല. ചോറ്റാനിക്കരത്തെ പരിപാടി കഴിഞ്ഞൊരു 2-3 അയ്യപ്പൻ വിളക്കുകളുണ്ടായിരുന്നു. അതൊക്കെ എടുത്തത് ഇന്നിപ്പം പതിയാർകുളങ്ങര ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം 9 കൊല്ലം ആകുന്നല്ലേ? 9 കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മുടെ ഇരിങ്ങാലക്കുട താഴേക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ 9 വർഷമാവും. ഞാൻ ഈ ആനയെ അഴിച്ചിട്ട് ഏറ്റവും ആദ്യമായിട്ട് എഴുന്നള്ളിച്ചത് അവിടെയാണ്, താഴേക്കാട് മഹാദേവ ക്ഷേത്രം. അതെ അതെ. നിങ്ങൾ ഒരുപാട് പൂരങ്ങളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണ് അതിൽ പങ്കെടുത്ത വലിയ സദസ്സുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പൂരങ്ങൾ എന്നൊന്ന് പറയാൻ പറ്റുമോ? സദസ്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലുള്ള എല്ലാ വലിയ വലിയ പൂരങ്ങളിലും നമ്മൾ സദസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ പൂരങ്ങളും നല്ല സദസ്സുകളായിരുന്നു. തൃശ്ശൂർ പൂരം എഴുന്നള്ളിച്ചിട്ടുണ്ട്, ഉത്രാളിക്കാവ് പൂരം എഴുന്നള്ളിച്ചിട്ടുണ്ട്, പറപ്പൂക്കാവ് പൂരം എഴുന്നള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ 500 പാറക്കാട് എഴുന്നള്ളിച്ചിട്ടുണ്ട്, കാട്ടിരി പുലി, അങ്ങനെ എല്ലാം നല്ല നല്ല തികഞ്ഞ സദസ്സുകളിലാണ് നമ്മൾ പോയിരിക്കുന്നത്. അല്ലാണ്ട് ഒരു സദസ്സ് ഒരു മോശമായില്ല നമുക്ക് പറയാനില്ല. ഇപ്പം ഉമ്മയെ പറ്റി എന്താണ് വിളിക്കുന്നത്? ഞാൻ ഉമയെന്ന് വിളിക്കും, ഇല്ലേ മഹേശ്വരാന്ന് വിളിക്കും. ഇഷ്ടം തോന്നുമ്പോ അന്നേരത്തെ ഞങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹം കൂടുമ്പോ മഹേശ്വര അല്ലെങ്കിൽ ഉമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവനറിയാം. പുള്ളിക്കും അതാണോ ഇഷ്ടം? പുള്ളിക്കും അതാണ് ഇഷ്ടം. എന്താണ് ഉമ്മയെ പറ്റി പെട്ടെന്ന് പറയാൻ വേണ്ടാല് എന്താണ് മനോഹരന്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്നത്? ഉമ്മയെ പറ്റി പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ കർണാടക ആനക്കുട്ടിയാണ്. ഏകദേശം ഇപ്പൊ എത്ര വയസ്സ്? ഏകദേശം ഇപ്പൊ ഉമ്മയ്ക്കൊരു 48-49 വയസ്സ് പ്രായമുണ്ട്. 49 വയസ്സുള്ള അതിന്റെ പേപ്പറിൽ കിടക്കുന്ന പ്രായം നോക്കുമ്പോൾ ഏറെക്കുറെ 50 വയസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഉമയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കർണാടക ആനക്കുട്ടിയാന്ന് പറഞ്ഞാലും നമ്മൾ തനി ഒരു നാടനാനയുടെ എല്ലാ ഉണ്ട് ആനയ്ക്ക്. അതുപോലെ ഏറെക്കുറെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ അത്യാവശ്യം അഴക് കൊണ്ടാണെങ്കിലും നമ്മുടെ ഒരു നാടൻ ആനക്കുട്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതൊരു നല്ലതായിട്ടാണ് പോകുന്നത്. അതിന്റെ പേരിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉമയം കൊണ്ട് ചെല്ലുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു സ്നേഹവും ഉണ്ട്, അതിൻ്റെ ഒരു സ്ഥാനവും ഉണ്ട്. ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉമയായിട്ട് നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോൾ എന്താ മനോജ് എപ്പോഴാ വന്ന് എന്നുള്ള കമ്മിറ്റിക്കാരുടെ ഇല്ലെങ്കിൽ ഉത്സവക്ഷേത്രപ്പാരകളുടെ ഒക്കെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചോദ്യവും അതിനൊരു മറുപടി, അതുപോലെ ഒരു നല്ല ക്യാരക്ടറാണ് ഉമയം കൊണ്ട് നടക്കുന്നതിൽ നമുക്ക് അതിൻ്റെ ഒരു അഭിമാനമുണ്ട്. എന്നാലും ഇപ്പോൾ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ നാടൻ ആനകളുടെ സ്വഭാവത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ആരടാ എന്ന് ചോദിച്ചാൽ എന്താ അല്ലെങ്കിൽ ഞാനടാ എന്ന് തിരിച്ചൊരു ഇതുണ്ടോ ആൾക്കൊരു? അത് നമ്മൾ പറയുമ്പോൾ ആനകൾക്കത് നാടനാന അത് എല്ലാ ആനകൾക്കും തന്നെ ഉള്ളതാണ്. പക്ഷെ അത് അതിൻ്റെ ഭാവമാറ്റങ്ങൾ ആന കാണിക്കും. ആനയല്ലാതെ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് എന്നല്ല. ഇപ്പം നമ്മുടെ ആന എന്തെങ്കിലും ഇതിനൊരു ഇതുണ്ടെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ മുഖത്തായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ ചെവിയിലായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ വാലയിലായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ തുണിക്കൈയിൽ വാടിയെടുക്കുന്നതിലായിരിക്കാം. അങ്ങനെ അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഭാവമാറ്റം ആനയ്ക്ക് കാണിച്ചിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അതിനായിട്ടുള്ള രീതികൾ, വേറൊരു പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കുക. അതാണ് പാപ്പാന്മാരുടെ ഒരു ശരിയായിട്ടുള്ള ഒരു മുൻകരുതലുകൾ എടുത്ത് മുമ്പോട്ട് പോവുക. അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു. അങ്ങനെ നമ്മുടെ ഉമ്മയുടെ പ്രത്യേകതകൾ എന്തെങ്കിലും? ഉമ്മയ്ക്ക് എന്താ പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഉമ്മ എന്താ ചെവി കയറ്റി അടിക്കുമോ അല്ലെങ്കിൽ കണ്ണുരുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, ഉമ്മയ്ക്കൊരു ദേഷ്യവും കാര്യങ്ങളും വരുമ്പം അത് പല വിധത്തിലാണ് കാണിച്ചു തരും. പല വിധത്തിലും നമ്മളെ കാണിച്ചു തരും. ഇപ്പം അത് ദേഷ്യം വരിക എന്ന് പറയുന്നത് പല ഭാവത്തിൽ. ഇപ്പം
ചില ആൾക്കാർ ആനകളെ ഈ തൊടുക പിടിക്കുക അങ്ങനെ ശല്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഉത്സവപ്പറമ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് എനിക്ക് ഇഷ്ടം. അപ്പൊ അതിനൊരു പ്രത്യേക ഭാവം. അതേപോലെ ഈ ഒരുപാട് പട്ടികള് കടിപിടി കൂടുക അങ്ങനെയുള്ളത് അതെനിക്ക് ഇഷ്ടമല്ല. അപ്പം അതിനൊരു പ്രത്യേകത ആന കാണിക്കും. അതേപോലെ ഈ ഒരു എഴുന്നള്ളിച്ചുകൊണ്ട് നിൽക്കുമ്പം ഈ ആനയുടെ മുമ്പിൽ കിടന്ന് ആനയോടുള്ള ആരാധകര്, ആസ്വാദകര്, ഉത്സവകര് ഒരുപാട് ഈ തുള്ളുക കാര്യങ്ങൾ അങ്ങനെയുള്ളത് എനിക്കൊരു അസ്വസ്ഥതയാണ്. അപ്പൊ അത് എനിക്കൊരു ഇഷ്ടക്കുറവ്. നമ്മളത് കൺട്രോൾ ചെയ്തു. ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്, ആ ഉത്സവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മാറുക എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഒരു ക്ഷേത്രമായിട്ടുള്ള ഉത്സവമായിട്ട് അവർ ആഘോഷിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവർ വഴക്കിലേക്ക് പോകും. അപ്പം നമ്മളത് കൺട്രോൾ ചെയ്ത് അപ്പം ആനയെ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിച്ച് അതിന്റെ രീതിക്ക് ആ പരിപാടി ഒന്ന് വിളിക്കോ അല്ലെങ്കിൽ ഒന്ന് സന്തോഷിപ്പിക്കുകയോ, ഇല്ലെങ്കിൽ ഒന്ന് തട്ടി, ഇല്ലെങ്കിൽ വലത്ത് ദിവസം അടുത്ത ദിവസത്തേക്ക് പോവോ, അല്ലെങ്കിൽ നമ്മൾ ആനയുടെ മുമ്പിൽ കയറി നിൽക്കുവോ, ആ ശ്രദ്ധയൊന്നും മാറ്റി. അതാണ് എന്റെ. പക്ഷെ എല്ലാ ആനകളും പൊതുവെ നമ്മൾ ഒരു ഇതെടുക്കുന്ന മുമ്പ് ആനകൾ അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തരും എന്ന് തന്നെയാണ്. ലക്ഷണങ്ങൾ ആനകൾ കാണിച്ചു തരും. ആനകൾ ഒന്നും കാണിക്കാണ്ട് പിന്നെ ഉണ്ടാവുന്ന നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു ഭയപ്പാട് കൊണ്ട് ആനകൾക്കൊരു താവാം. അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം ആന ഇതിലെ നടന്നു പോവുകയാണ്. ആനയിൽ നടന്നു പോകുമ്പോൾ യാദൃശ്യമായിട്ട് പെട്ടെന്നൊരു ഒച്ച കേട്ടു, ഇല്ലെങ്കിൽ ഒരു ഇത് കേട്ടു, ഭയം വരുന്നുള്ള ആനകൾ, പേടി കൂടുതലുള്ള ആനകൾ ചിലപ്പോൾ ഓടാം, കൈവിടാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതിന് ഞങ്ങളെ ആനക്കാരെ പെട്ടെന്ന് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊരു യാന്ത്രികമായിട്ട് അതിപ്പം സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ഒത്തു നടന്നു വരുന്നു. ആ നടന്നു വരുന്ന വഴിക്ക് പെട്ടെന്നൊരു ഒച്ച കേട്ടു, ഇല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിക്ക് ഒരു മരത്തിന്റെ ഒരു അകര ഒടിഞ്ഞ് ആടി, ഇല്ലെങ്കിൽ കാറ്റ് പിടിച്ചപ്പോൾ തെങ്ങേന്നൊരു ചൂട്ട് ആടി വന്നു ആനയുടെ മുമ്പിൽ ചാടി. അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചില ഇതിൽ വന്നു കഴിയുമ്പോൾ ആനകൾ പെട്ടെന്ന് ഇതാവാം. അതൊരു പേടി കൊണ്ടുള്ള ഇതാണ്. എന്നിരുന്നാലും അത് കുറച്ചൊക്കെ നമുക്ക് എന്തായാലും ലോക്യം കാര്യങ്ങളൊക്കെ കൂടി ഒരു പരിധി വരെ വരുതിക്ക് വരുത്തി നമുക്ക് വിളിച്ച് നമുക്ക് വരുതിക്ക് വരുത്തി കൊണ്ടുപോകാൻ സാധിക്കും. ഉമ്മയ്ക്ക് സന്തോഷം വരുന്നത് എപ്പോഴാണ്? എന്താണ് പുള്ളിക്ക് ഇഷ്ടം? കളിപ്പിക്കുമ്പോഴാണോ അതോ അടുത്ത് എന്തടാ എന്നൊക്കെ ചോദിച്ചൊന്ന് വർത്താനം പറയുമ്പോഴോ? ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ എന്തടാന്ന് സന്തോഷം, അതൊക്കെ ഒരു വലിയ സന്തോഷം തന്നെയാണ്. അതേപോലെ ഇപ്പം നമ്മളെ സ്ഥിരം കെട്ടുന്തറികൾ സ്ഥിരമായിട്ട് കെട്ടുന്നിടത്ത് നമ്മൾ ഉമ്മയും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. അത് കാണിക്കുകയും ചെയ്യും. സ്ഥിരമായിട്ട് കെട്ടുന്തറികളിൽ, അതുപോലെ സ്ഥിരമായിട്ട് കെട്ടുന്തറികളിൽ നേരം വെളുത്ത് 7 മണി 7:30 മണി വരെ പുള്ളി കിടന്നുറങ്ങും. രാവിലെ തട്ടി വിളിക്കണം. രാവിലെ ചിലപ്പോൾ തട്ടിയൊക്കെ വിളിച്ചാൽ കൂടും. എന്നാലും ഞാൻ ചിലപ്പം നീരുകാലത്തില്ലെങ്കിൽ അന്നമടയൊക്കെ കൊണ്ടുവന്ന് കെട്ടുമ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് രാവിലെ 7:45 വരും പുള്ളി ചിലപ്പോൾ കിടന്നുറക്കായിരിക്കും. കാരണം അതാ സ്ഥിരമായിട്ട് കിട്ടുന്നത്. അത് അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് പുള്ളിക്ക് വലിയൊരു സന്തോഷം. നമ്മളൊക്കെ പറയുന്ന ഗാഠനിദ്ര, മനസ്സറിഞ്ഞ് കിടന്നുറങ്ങുന്ന പോലെ ഭയപ്പെടാനൊന്നുമില്ല. ഞാനിവിടെ പൂർണ്ണ സുരക്ഷിതനാണ്, എനിക്കിവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള എല്ലാവരുടെയും ഒരു കണ്ണുണ്ട്, ഞാനിവിടെ സുരക്ഷിതനാണ് ഉള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പം പലരും ഇപ്പൊ ഈ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പിള്ളേരുണ്ട്. ആന ചെന്ന് കഴിയുമ്പം ആനയുടെ അടുത്ത് വരികയും അതുമായിട്ട് ഇഷ്ടപ്പെടുകയും ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ, അത് ഇപ്പം ആര് വന്നു കഴിഞ്ഞാലും ചിലർ വരുമ്പം പഴമായിരിക്കും കൊണ്ടുവരുന്നത്, ചിലർ വരുമ്പോൾ അലുവയായിരിക്കും കൊണ്ടുവരുന്നത്, ചിലർ ബിസ്ക്കറ്റായിരിക്കും കൊണ്ടുവരുന്നത്, ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുക കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അവരുമായിട്ട് ആനയ്ക്കും ഒരു സൗഹൃദമുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്, നാട്ടുകാരെ കാണുമ്പോൾ സന്തോഷം. അതെ. അതുപോലെ ഇപ്പം ഞാനിപ്പോൾ ആന കെട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് രാവിലെ വരുമ്പോൾ ആനയുടെ അടുത്ത് എന്നിട്ട് എന്നാ മക്കളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊമ്പും തലയൊക്കെ ഇട്ടൊന്ന് കുലുക്കി ഒരു പ്രത്യേക ഒരു സന്തോഷം, ഒരു പ്രത്യേക ഒരു ഒച്ചയും ഒക്കെ ഉണ്ടാക്കി പുള്ളി എടുക്കും. അതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. പുള്ളിക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പനങ്കയാണ് ഏറ്റവും കൊടുക്കുന്നത്. പുല്ല് വളരെ കുറവാണ്. പിന്നെ ചോറ്, പിന്നെ ഇപ്പം മതപ്പാട് കാലമില്ല, ചികിത്സാ സമയത്ത് ഈന്തപ്പഴം, ശർക്കര ലേഹ്യങ്ങള് അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. അപ്പം ചോറ് ഇഷ്ടമാണ്. ചോറ് ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്തൊരു വസ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ആനകളും കഴിക്കുന്ന പാൽപ്പായസം. പുള്ളിക്ക് പാൽപ്പായസം ഇഷ്ടമല്ല. അതായത് പാലായതുകൊണ്ടാണ് എന്താന്ന് ഇപ്പൊ പാൽപ്പായസം അല്ലെങ്കിൽ പാലിലുള്ള എന്തൊരു വസ്തു കൊടുത്തു കഴിഞ്ഞാലും പുള്ളി അത് കഴിക്കില്ല. ഇപ്പൊ ആരാ പാൽപ്പായസം കഴിക്കാത്ത ആരാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ടും പറയാം അന്നമനട ഉമാമഹേശ്വരൻ പാൽപ്പായസം കഴിക്കില്ല, ഇഷ്ടമല്ല. അത് അഥവാ ഒരു ശകലമെങ്ങാനും എന്റെ വായിലോ ചുണ്ടയിലോ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചുണ്ടിട്ട് തൂത്ത് അന്നത്തെ ആണെങ്കിൽ 2 മണിക്കൂർ നേരത്തിന് പിന്നെ പനങ്കൈ കഴിക്കില്ല. അത്രയ്ക്കും
ഒരിതുള്ളൊരു സാധനമാണ്. ഇപ്പൊ ഈ ഉത്സവ പറമ്പിലൊക്കെ ചെന്നാലും ശരി, ഒത്തിരി ആരാധകരുണ്ടല്ലോ പിന്നെ. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. അതിപ്പം നമ്മള് ഒരു അനുവാദത്തോടു കൂടി നമ്മളവിടെ നിൽക്കുമ്പോൾ കൊടുത്തോളാൻ പറഞ്ഞാൽ ഇപ്പൊ ആർക്കും ആണെങ്കിലും കൊടുക്കുന്നതിന്റെ കൈ കൊടുക്കുന്നതിനോ കാര്യങ്ങൾ ഇപ്പൊ അതിന് പ്രശ്നമില്ല. പക്ഷെ നമ്മളില്ലാതെ കൊടുക്കും, അതാണ് അതിൻ്റെ അകത്ത് വേറൊരു ഇത്. ആനക്കാരനില്ലാത്ത സമയത്ത് ഒരു ആരാധകൻ ചെന്ന് കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ആന ചിലപ്പോൾ എന്തെങ്കിലും കണ്ടൊന്ന് പേടിച്ച് നിൽക്കുന്ന സമയമായിരിക്കാം, ഇല്ലെങ്കിൽ ആനയുടെ പിൻവശത്തോടെ ഒരു ഇഴജന്തു പോയിട്ടുള്ളൊരു ശബ്ദം കേട്ട് ആന ഒരു ഉത്ഭയത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം ഈ ആന ആരാധകൻ കൊണ്ടുപോയി ഇത് കൊടുക്കുന്നതെങ്കിൽ ആന ഏത് രീതിക്കായിരിക്കും പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം ആര് കൊണ്ടു കൊടുക്കുന്നതിനും ഉമയെ സംബന്ധിച്ച് കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഉള്ളപ്പം മാത്രമാണ് ആരെ കൊണ്ടും കൊടുപ്പിക്കാറുള്ളൂ. നമ്മളിപ്പോൾ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അത് കൊടുക്കാം. ഉമ്മയ്ക്ക് അതും സന്തോഷമുള്ളത്. അത് മാത്രമല്ല, ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്, ആനപ്രേമികൾ എല്ലാവരും. കാരണം ആനയെ കാണാൻ പോകുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും കൊടുക്കണമെന്ന്. പക്ഷെ അത് അനുവാദം, അത് പാപ്പാന്റെ അനുവാദത്തോടു കൂടി ചോദിച്ച് നമ്മൾ ചെയ്യാവുള്ളൂ. തന്നെയല്ല, ചിലപ്പം നമ്മൾ കൊണ്ടുചെല്ലുന്ന എല്ലാ പദാർത്ഥവും ആനയ്ക്ക് കൊടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. സമയമായിരിക്കില്ല. ഇപ്പൊ നമ്മുടെ ആനയെ സംബന്ധിച്ച് തണ്ണിമത്തൻ ഒരു 2 or 3 തണ്ണിമത്തം കൊടുത്താൽ കുഴപ്പമില്ല. അതിൽ കൂടുതൽ തണ്ണിമത്തം കൊടുത്തു കഴിഞ്ഞാൽ ആനയുടെ വയറ് ഡാമേജാ. അതൊരു പക്ഷേ പാപ്പാനെ അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ എത്ര തണ്ണിമത്തം കൊടുത്തു, ഇല്ലെങ്കിൽ എത്രത്തോളം കഴിച്ചു എന്നുള്ളതിന്റെ ഒരു അളവ്, ഇല്ലെങ്കിൽ അതിന്റെ ത്രോജസ് എന്റെ പാപ്പാന്മാർക്ക് അറിയത്തുള്ളൂ. അമൃതും അധികമായാൽ വിഷമാണെന്ന് പറയുന്ന കണക്ക് ഇതൊരു പരിധിയിൽ കൂടുതലായാൽ തണ്ണിമത്തനും എന്നല്ല എല്ലാ ഇതുണ്ട്. അപ്പൊ അതിന്റെ വയറ് കാര്യങ്ങൾ അങ്ങനെയുള്ളതിന് ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ചിലരോർക്കും പെട്ടെന്ന് അവരോടൊരു നീരസം തോന്നുമായിരിക്കും, എന്താ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് മേടിച്ചില്ല. അതിന്റെ പിന്നിലുള്ള കാരണം അവർക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാൻ പാടില്ല. പിന്നെ ഈ ചില പാപ്പാന്മാര് അതെന്താന്ന് ചോദിക്കുമ്പോൾ അവരോട് എളിമയോടുകൂടി പറയാൻ അവർ തയ്യാറാവില്ല. ഇതാണ് അതിൻ്റെ അകത്ത് കുഴപ്പം. ഇപ്പം എന്നോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഈ ആനയുടെ പേരെന്താ? ഉമാമഹേശ്വരൻ. എവിടെയാ സ്ഥലം? അന്നമനട. അത് പറയേണ്ടതിന് പകരം ചിലര് ചിലപ്പോൾ അവരുടെ ഉറക്ക ക്ഷീണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൊണ്ടാവാം, അത് അറിഞ്ഞിട്ട് എന്ത് വേണം. അതാണ് അടുത്തൊരു. അപ്പൊ പിന്നെ ഈ വരുന്ന ആനപ്രേമിക്കും അവനെന്താ അങ്ങനെ പറഞ്ഞത്, പിന്നെ അങ്ങനെ ഒരു നീരസമായി. ഈ ആനകൾക്ക് എന്ത് നൽകുകയാണെങ്കിലും എന്താണെങ്കിലും അത് പാപ്പാന്റെ അനുവാദത്തിന്. ചില ആനകൾക്ക് എന്തെങ്കിലും മെഡിസിൻ കൊടുത്തിട്ടുണ്ടാവാം. ആ മെഡിസിൻ കൊടുത്ത് ചിലപ്പോൾ ഇത്ര സമയം കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് കാണും. അങ്ങനെയുള്ളൊരു ഗുളികയോ അല്ലെങ്കിൽ ടാബ്ലറ്റോ കൊടുത്തിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഇതും കൊണ്ട് വരുന്നത്. അതിലിപ്പോൾ അന്നേരം കൊടുത്താൽ വയറൊക്കെ കംപ്ലൈന്റ് ആവാൻ സാധ്യതയുണ്ട്. അത് ഒരു പക്ഷേ വരുന്ന ആൾക്ക് അറിയത്തില്ല. അതാണ് എപ്പോഴും പാപ്പാന്മാരുടെ അനുവാദത്തോടു കൂടി അല്ലാതെ ആനകൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല. അവരുടെ സമ്മതവും അവരുടെ അരികത്തും വേണം. ഇത് പാപ്പാന്മാരുടെ അനുവാദത്തോടുകൂടി ഇപ്പോൾ പലരും സെൽഫി എടുക്കാനും മറ്റൊക്കെ ഇപ്പോൾ ആനകളുടെ ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, കൊമ്പെ പിടിച്ച് ഫോട്ടോ എടുക്കണം. പക്ഷേ ഇതൊക്കെ ചിലപ്പം അനുവാദം ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ആനകൾ തട്ടുകയല്ലേ, ആനകൾ അവിടെ നിന്ന് ഓടിച്ചു വിടുന്ന ഒരു സാഹചര്യം വരുന്നത് അല്ലേ? അല്ല, അത് പൂർണ്ണമായിട്ടും സത്യമാണല്ലോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, സെൽഫി എടുക്കാനായിട്ട് എന്ന് ഒരു ആനയുടെ അടുത്ത് നിന്ന് ഒരു ആന തട്ടിയിട്ട് കുത്തുന്നത് വീഡിയോ ഫേസ്ബുക്കിലും എല്ലാം വന്നു. അതിന് ആനക്കാരൻ എന്താ പഴിച്ചത്? അതേപോലെ ഇപ്പോൾ കൊടുങ്ങല്ലൂര് നമ്മൾ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തലയെക്കെട്ട് കൊടുക്കാനായിട്ട് പോയപ്പോഴാണ് ഒരു സുഹൃത്ത് സെൽഫി എടുക്കാനായിട്ട് പുറകോട്ട് വന്നത്. ഞാൻ ആ സുഹൃത്തിനെ തള്ളി ഒഴിവാക്കി കൂടി ചെയ്ത്. അതേപോലെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ബാഹുബലി എന്ന് കാണിച്ചുകൊണ്ട് കരിമണ്ണൂരുകാരൻ ഒരു ആനയുടെ പുറത്തുകാരൻ പഴവും കൊടുത്തുകൊണ്ട് പോയതാണ്. അവൻ്റെയൊക്കെ അവസ്ഥ എന്താ? അപ്പൊ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആന എപ്പോഴും കാട്ടിലെ ജീവിയാണ്. അതിനെപ്പോഴും അതിന്റെ ആ ഒരു സ്വഭാവം, കാട്ടിലെ ജീവിയും കരയിലെ ഏറ്റവും വലിയ ജീവിയുമാണ്, ഏറ്റവും ശക്തി കൂടിയ ജീവിയുമാണ്. അപ്പോൾ എപ്പോഴും അതിന്റെ ഒരു ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ പാപ്പാന്മാരെ അടുത്തില്ലാതെ സെൽഫി എന്നല്ല ഒരു കാര്യത്തിനും പാപ്പാന്മാരുടെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിൽക്കാവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ തന്നെ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഒരടി അകന്ന് നിന്നിട്ട് ചെയ്യാമെങ്കിൽ അതായിരിക്കും ഏറ്റവും സുരക്ഷിതം. ഇപ്പം ഉമാമഹേശ്വരനെ പോലെ ആനയെ നമ്മൾ ഉത്സവ പറമ്പിലോട്ട് കൊണ്ടുപോകും. ഇവന് ഒത്തിരി ചിട്ടകളുണ്ടല്ലോ. ഉത്സവ പറമ്പിൽ ചെന്നാൽ പുള്ളിക്ക് ചിട്ടകളൊക്കെ എങ്ങനെയാണ്? ഉത്സവ പറമ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നേരം നിൽക്കേണ്ട പൂരങ്ങളെല്ലാം വരവ് പൂരങ്ങളോ അതിനൊന്നും പുള്ളിക്ക് കുഴപ്പമില്ല. വരവ് പൂരങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിൽക്കേണ്ട കാര്യത്തിനോ ഒന്നും പുള്ളിക്ക് കുഴപ്പമില്ല. അതെന്തോരം നേരം വേണമെങ്കിലും നിൽക്കുന്നതിനോ വഴിയടിച്ച് വരുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും പുള്ളിയെ സംബന്ധിച്ച് കുഴപ്പമില്ല. അത് വളരെ നല്ല രീതിക്ക് അതിനെ കെട്ടിപ്പഴക്കിയവർ അതിൻ്റെ എഴുന്നള്ളപ്പ് ചിട്ടകളും കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പം എന്തോരം നേരം വേണമെങ്കിലും നിൽക്കുന്ന കാര്യത്തിനോ ഇല്ലെങ്കിൽ അങ്ങനെ അതേപോലെ ഇപ്പം 2-3 പ്രാവശ്യം ആനപ്പുറംകാർ കയറി ഇറങ്ങുന്ന കാര്യത്തിലോ ചില ആനകളൊന്നും സമ്മതിക്കത്തില്ല. ഇപ്പം ചില പൂരങ്ങളുണ്ട് 5-6 മണിക്കൂറൊക്കെ നിൽക്കേണ്ട പൂരങ്ങളുണ്ട്. ആ പൂരത്തിനെല്ലാം ഇതിൻ്റെ മുകളിലിരിക്കുന്നവർക്കാണെങ്കിലും മൂത്രം ഒഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഇറങ്ങി പോവും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും പുള്ളിയെ സംബന്ധിച്ച് ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല. എല്ലാ ചിട്ടകളും അറിയാം. നമ്മളിപ്പം ആനന്ന് കയറി വരുമോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ നമ്മളെ എല്ലാവരും പോലെ കൊമ്പെ പിടിച്ച് വലിക്കണമെന്ന് പോലും ഇല്ല. മുമ്പിൽ ഒന്നുണ്ട് കൈകൊണ്ട് കാണിച്ചാൽ നമ്മുടെ ചലനങ്ങൾ മനസ്സിലാക്കി ആന അനങ്ങി വരും. അത്രയും ചിട്ടകളുള്ളത്. ഇപ്പം ഉമ്മയെ പറ്റി ഞാൻ വളരെ ദൈവാധീനമുള്ളൊരു ആനയാണ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് അത് എന്ത് പറഞ്ഞാലും ദൈവാധീനം വളരെ നല്ല ദൈവം കാത്തു. അത് അന്നമടത്തേവരും പടിഞ്ഞാറുള്ളത്തമ്മയും കാത്തു തന്നെ രക്ഷിച്ചാണ്. ഇപ്പം എൻ്റെ ആന നിന്നത്രയും പ്രളയത്തിൽ നിന്ന് ഒരാനയും കേരളത്തിൽ കാണില്ല. പക്ഷെ അത് അത്രയൊരു പബ്ലിസിറ്റി വന്നില്ല എന്ന് മാത്രം. കാരണം ഒരു രീതിക്കും ഈ ആന നിൽക്കുന്നിടത്ത് ആർക്കും ചെന്നെത്തിപ്പെടാൻ സാധിക്കാതെ വന്നു. 2 ദിവസം കൈ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് ഈ തുമ്പിക്കൈയുടെ തുമ്പ് മാത്രം മുകളിൽ പിടിച്ചുകൊണ്ട് 2 ദിവസം നിന്നതാണ് എൻ്റെ ആന. അപ്പം ഈ കൈ കട്ടി കഴിക്കുമ്പം പെട്ടെന്ന് താത്തും വീണ്ടും പെട്ടെന്ന് പൊക്കും. അങ്ങനെ 2 ദിവസം നിന്നതാണ്. ശരിക്കും അത് 2ന്റെ അന്ന് ആണ് വെള്ളം പതുക്കെ ഇറക്കം ഇടുന്നത്. ആന ഭയന്നിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പാണ്. പക്ഷെ അത് കഴിഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നോ? അത് ഭയങ്കര കണ്ടപ്പോ സന്തോഷവും പരിഭവവും ഉണ്ടായിരുന്നു. പരിഭവം ഉണ്ടായിരുന്നു. അതില് എനിക്കുണ്ടായ ഒരു വിഷമം എന്താന്ന് വെച്ചാല് ഈ പ്രളയം വരുന്നതിനൊരു 2 ദിവസം മുമ്പ് നീരില് നമ്മുടെ ഒരു ചെങ്ങല ആന പറിച്ചുകൾ. അപ്പൊ അന്നേരം വന്നു കഴിഞ്ഞപ്പോഴ് ആനയെ ഞാൻ വന്നു ബാറാക്കി കഴിഞ്ഞപ്പോൾ എന്താണെങ്കിലും മനോജ് ഒരു പണി ഇത്ര ഇതായില്ലേ, ആ മറ്റേ നടയും കൂടെ ഒന്ന് ലൂസാക്കി ബാറാക്കിയിട് എന്ന് പറഞ്ഞു. അപ്പം എന്താണെങ്കിലും വേറൊരു ചങ്ങലയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ലൂസാക്കി. എനിക്ക് അതായിരുന്നു എൻ്റെ ഒരു കാരണം. ഞാൻ പോയിട്ട് എൻ്റെ 2 കാലും പിടിച്ച് കെട്ടിയിട്ട് പോയതിൻ്റെ ഒരു ഗതി വന്നല്ലോ ഭഗവാനെ എന്നുള്ളൊരു മാനസികമായിട്ടുള്ളൊരു വിഷമമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. എന്താണെങ്കിലും ആ ഒരു കാര്യത്തിൽ അന്നമടത്തേവരും പടിഞ്ഞാറുള്ളത്തമ്മയും കൈ അഴിഞ്ഞ് ആനയെ അനുഗ്രഹിച്ചു. അവരുടെ മാത്രം ഒരു കാരണം കൊണ്ട് അത് ഇന്ന് പലരും നമ്മുടെ ആനയെ പോയി എന്നുള്ള രീതിക്ക് വരെ എൻ്റെ ഒരു വാർത്ത ഒരു ഭയങ്കര നമുക്കൊക്കെ വളരെ ഇതായിരുന്നു. കാരണം വെച്ചാൽ വെള്ളം പൊങ്ങി വരുന്നു, നമുക്ക് അറിവില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അത് നീരില്ല. എനിക്കാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റാത്ത നമ്മുടെ അവിടെ ഞാൻ മൂവാഴ്ചയാണ് താമസിക്കുന്നത്. അവിടെ മൊത്തം പ്രളയമായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ പരിസരവും ചുറ്റും ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്കും വരാൻ പറ്റാണ്ട് വന്നുപോയി എന്നുള്ള ആ ഒരു കാര്യം ദൈവാധീനം എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പം നമ്മൾ ഇവൻ്റെ നീരുകാലത്തെ പറ്റി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീരുകാലത്ത് പൊതുവെ എങ്ങനെയാണ് ഉമ്മ? നീരുകാലത്ത് പൊതുവെ ശാന്തൻ എന്ന് പറയാം. ഇപ്പം എന്നെ സംബന്ധിച്ച് നീരിലും എനിക്ക് ചെന്ന് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുത്തി ചോറും കാര്യങ്ങളൊക്കെ ഞാൻ വാരി കൊടുക്കും. പുറകിലെ അമരം ഞാൻ മാറി കെട്ടും. അമരം എങ്ങനെയാന്ന് പറഞ്ഞാലും 1.5 അടം ഞാൻ അമരം നായരിപ്പിലിരുത്തി ചോറ് വാരി കൊടുക്കും. വായിൽ വെച്ച് കൊടുക്കും. ഇരുത്തി വായിൽ ചോറ് വെച്ച് കൊടുക്കും. അതേപോലെ അമരം മാറി കിട്ടും. അമരം 2 ദിവസം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 8-ാം തീയതിയാണ് ആന നമ്മൾ അഴിച്ചത്. 10-ാം തീയതി പൂര. അപ്പം ഒരു മുറിവോ കാര്യങ്ങളോ അതിൻ്റെ മേത്തില്ല, അതുണ്ടാവുകയില്ല. നമ്മൾ അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ആന നീരിലാണെങ്കിലും സാധാരണ കെട്ടുന്ന പോലെ തന്നെ കെട്ടി ഫ്രീ ആയിട്ട് വിട്ട് അതിന് കളിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കും. അതുപോലെ വെള്ളമാണെങ്കിൽ ഇപ്പോൾ കെട്ടുന്നിടത്ത് ഇഷ്ടംമാതിരി സുഭിക്ഷമായിട്ട് വെള്ളം, പിന്നെ തണുപ്പിക്കാൻ ഷവർ പോലെ PVC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി സ്വന്തം തന്നെ എന്താ പറയുക, ഈ കുളിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടുന്ന കുറ്റിയാലൊക്കെ ഉറച്ച് പുള്ളി സ്വയമായിട്ടുള്ളൊരു കുളിയും കാര്യങ്ങളും. അപ്പം നീര് പൊതുവെ ഒരു ശാന്തനാണ്. എന്നാൽ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചേ നിൽക്കാവൂ. കാരണം ആനയാണ്, ഇത് മതവലിക്കുകയാണ്. അപ്പം എപ്പോഴും എന്തിനും അത് തയ്യാറായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിക്കാണ് നമ്മൾ ആനയെ ഇരുത്തി ഒക്കെ ചോറ് വാരി കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്ന് തരും. അപ്പം എനിക്കതൊരു സുരക്ഷിതമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുത്തി ചോറ് കൊടുക്കുമ്പം ആന പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഓടി മാറാനുള്ളൊരു അവസരം നമുക്ക് കിട്ടും. നിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കത് പറ്റില്ല. അതാണ് എല്ലാ ആനകളും അങ്ങനെ ചെയ്യാനും സമ്മതിച്ചു. എല്ലാ ആനകളും ചെയ്യാൻ സമ്മതിച്ചോണമെന്നില്ല. പിന്നെ അതിൻ്റെ അകത്തുള്ളൊരു എന്ന് പറഞ്ഞാൽ
ആനകളും ആനക്കാരും തമ്മിലുള്ള ഇടപഴകലും ഒത്തിരി വലിയൊരു ഫാക്ടറാണ്. ആനകളുടെ അടുത്ത് എത്രയോ കാലങ്ങൾ പണിയെടുക്കുന്ന ആനക്കാരുണ്ടോ അത്രയും ആനകൾ ആനപ്പാപ്പനെ ലളിതമായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ പാപ്പന്മാർ 2-3 ആനയുടെ ഒക്കെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ആനയും പാപ്പന്മാരുമായിട്ടും ഒരു പരിചയങ്ങളില്ല. പുതിയതായിട്ടൊരു ആനയ്ക്കൊരു പാപ്പാൻ ചെല്ലുമ്പം ആ ആനയുടെ സ്വഭാവം രീതികൾ എന്താണെന്ന് ആ പാപ്പാൻ അറിയത്തില്ല. ആനയ്ക്കും ഈ പാപ്പാൻ്റെ സ്വഭാവം രീതികൾ എന്താണെന്ന് പാപ്പാനും ആനയ്ക്കും അറിയത്തില്ല. അപ്പോൾ ഇതൊരു സിങ്ക് ആവണമെങ്കിൽ ടൈം എടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗുരുനാഥന്മാരൊക്കെ പറയാന്ന് പറഞ്ഞ ഒരു ആനയെ പൂർണ്ണമായിട്ടൊരു ആനയെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാലും ഒരു 90% ഒരു ആനയുടെ രീതി മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും പണിയെടുക്കും. 3 വർഷം കുറഞ്ഞത്. അപ്പൊ ആ 3 വർഷത്തിന് നമ്മൾ ഘട്ടം തിരിക്കുന്ന ഒരു ആനയുടെ മതകാലം എന്ന് പറയുന്ന 3 ഘട്ടമായിട്ടാണ്. കോള്, ഒലിവ്, വറ്റ്. അപ്പം ചിലപ്പോൾ ചട്ടക്കാരനെ കോളിൽ ഓടിക്കണ ആനാണ്, ചിലപ്പോൾ ഒലിവിലായിരിക്കും, ചിലപ്പോൾ വറ്റുനീരിലായിരിക്കും. അത് ഈ 3 വർഷത്തെ ഒരു പ്രവണത കൊണ്ടാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഓരോ വട്ടവും കുറച്ചൊക്കെ അത് പഠിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു 90% അല്ലാണ്ട് 100% ഒരു ആനയെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറഞ്ഞത് 3 വർഷമെങ്കിലും ഒരു പാപ്പാൻ ഒരു ആനയുടെ കൂട്ടത്തിൽ സമയം ചെലവഴിച്ച് അതുമായിട്ട് ഉപജീവനമാർഗം തേടിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഈ നീരുകാലത്ത് പറഞ്ഞു, അപ്പോൾ നീരുകാലത്തോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചികിത്സകൾ നൽകിയിട്ടാണോ നീരിൽ കെട്ടുന്നത്, അതോ അത് കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ? അത് ആനകളുടെ ഒരു നീരിൻ്റെ ഒലിവിൻ്റെ ടൈം അനുസരിച്ച് ഇപ്പം നമ്മുടെ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർക്കിടകത്തിലാണ് ഒലിവ്. ഇതിനും ലാസ്റ്റ് കർക്കിടകത്തിൽ ഒലിക്കും. അപ്പം നമ്മുടെ ചികിത്സ കഴിയുമെന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട പൂരം കഴിഞ്ഞാൽ പിന്നെ കൂടൽമാണിക്യം കഴിഞ്ഞാൽ പൂരം എടുക്കില്ല. കൂടൽമാണിക്യം തലയെക്കെട്ട് കഴിച്ചാൽ നേരെ കെട്ടുന്നറിയിലേക്കാണ്. ഒരു 4 ദിവസം ഞാൻ അലയിലേക്ക് കറങ്ങി നടക്കും. 5ൻ്റെ അന്ന് വയറ് ശുദ്ധി തുടങ്ങും. ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ 9 ദിവസത്തെ വയറ് ശുദ്ധി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നേരത്തിന് ലേഖ്യം കാര്യങ്ങൾ കഴിയും. അപ്പം മിഥുനം ലാസ്റ്റ്, കർക്കിടകം ആദ്യം. അത് കൃത്യമായിട്ട് ഒലിച്ചിരിക്കും. ഇനിയിപ്പോൾ ലേഖ്യം തീരാതെ വന്നാലും ഈ ഒലിവിലും ഞാൻ പറഞ്ഞല്ലോ നായിരിപ്പിലിരുത്തി ഞാനത് കൊടുത്തു തീർക്കും. അപ്പോൾ ചില ആനകൾ ഈ ഇടവമാസമൊക്കെ ആകുമ്പോൾ ഒലിക്കുന്ന ആനകൾ, അങ്ങനെയുള്ള ആനകൾ വരുമ്പോൾ ആ ഒലിവ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ശരീരരക്ഷ നന്നാവാനുള്ള ശരീരരക്ഷ. അപ്പോൾ ആന ഒലിക്കുന്ന ഒരു ടൈമിങ്ങിൻ്റെ ഡിഫറൻസർ വെച്ച് നീരിന് മുമ്പുമാകാം, നീര് കഴിഞ്ഞു. നമുക്കിവിടെ ഉമയ്ക്ക് കൊടുക്കുന്ന നീരിന് മുമ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ് അത് കൊടുക്കുന്നത്? അത് മനോജ് ചേട്ടൻ്റെ ചിട്ടവട്ടത്തിൽ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആനകളുടെ ഈ ബ്ലഡ് കൊണ്ടുപോയി കൾച്ചർ ചെയ്യും. ബ്ലഡ് കൊണ്ടുപോയി കൾച്ചർ ചെയ്യുമ്പോൾ ആ ബ്ലഡിൽ എന്ത് അംശമാണോ കുറവ് അത് കൂട്ടി കൊടുക്കും. അപ്പോൾ അതിന് ചിലപ്പോൾ കാൽസ്യം കുറയാം, ചിലപ്പോൾ വൈറ്റമിൻസ് ആവാം, അങ്ങനെ അങ്ങനെയുള്ള പല ഇതുമുണ്ട്. അപ്പം അതിൻ്റെ അനുസരിച്ച് നമ്മൾ അങ്ങാടി മാത്രം നമ്മൾ അത് നമ്മൾ കൂടുതൽ അത് കയറി വരാനുള്ളത് കൂടുതൽ ചെയ്യും. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ആനയ്ക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപത്യം ഉണ്ട്. പാവപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 കൂട്ടം അങ്ങാടി മരുന്നിന്റെ ഇതിലാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അതും മനോജേട്ടൻ തന്നെയാണോ? അതെ, നമ്മൾ തന്നെ. നമ്മുടെ ആനയുടെ ഒരു ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TT എടുക്കാൻ മാത്രമാണ് പുറത്തുനിന്ന് ഡോക്ടർമാരെ വിളിക്കാറുള്ളൂ. പിന്നെ ബാക്കി കംപ്ലീറ്റ് ചികിത്സയും നമ്മൾ തന്നെ. ഈ പാവപത്യത്തിന്റെ ഇതൊന്ന് പറയാം. പാവപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കൊടുക്കുന്നതിന്റെ മരുന്നിന്റെ ഇതാണ്, ശരീരം ഇളതാക്കും. അപ്പോൾ അത് ശരീരത്തിന്റെ ചില ഭാഗങ്ങളും ശരീരം മൊത്തം ഇളതാവുന്നതായുള്ള മരുന്നുകൾ. അപ്പം ഒരു ദിവസം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ഈ 38 കൂട്ടം മരുന്നിന് 2 ദിവസത്തെ പാവപത്യം. അതിനകത്ത് 61 കൂട്ടത്തിലേക്ക് പോകുമ്പോൾ 3 ദിവസത്തെ പാവപത്യം. അപ്പോൾ പാവപത്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മരുന്ന് കൊടുക്കുമ്പോൾ 3 ദിവസം അതിൻ്റെ പത്യ. അപ്പോൾ 10 ദിവസം മരുന്ന് കൊടുക്കുമ്പോൾ 10 ദിവസവും 30 ദിവസത്തെ പത്യം, അങ്ങനെ 40 ദിവസം അതിൻ്റെ ഒരു കോഴ്സ് 40 ദിവസം. അതാണ് ആ പാവപത്യം എന്ന്. ആ സമയത്ത് ആനയുടെ ശരീരം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പ്രസവിച്ച ഒരു സ്ത്രീയുടെ കണക്ക് ഇതായിരിക്കും, അത്രയും ഇളതായിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആനയെ ഒന്നും ബലമിപ്പിച്ച് ചെയ്യാനോ ഒന്നും പാടില്ല, ചെയ്യാൻ പറ്റില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറെ പ്രശ്നങ്ങൾ വരും. ഒരു 2 പനങ്കൈ പോലും ആനയുടെ കൊമ്പേ താങ്ങിക്കാൻ പറ്റില്ല. അതുവരെ നമ്മൾ എടുത്ത് കൊണ്ടിട്ട് കൊടുക്കണം. അത്യാവശ്യം ഇരുത്തി കഴുകാം. ഇപ്പം ചികിത്സ സമയത്ത് കഴുകാവുന്ന ആനകളാണെങ്കിൽ കൊണ്ടുപോയി കിടത്തി കഴുകാം, തുടയ്ക്കാം
എന്നുള്ളത്. ആ തുടയ്ക്കുമ്പോൾ തന്നെ ആണെങ്കിലും നമ്മുടെ കൈയൊക്കെ മറിയാതെ ചൈരിയും കല്ലിനൊക്കെ കഴുകുമ്പോൾ ആനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ അത് ഇടിച്ച് നിൽക്കാതെയും കൈകൾ ഇടിച്ച് മറിയാതെയും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. അത്രയും വളരെ ഷോർട്ടായിട്ട് അതിൻ്റെ വെയിനുകൾ വരും. അത് പിന്നെ ഒരു 90 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് പതുക്കെ മൂത്ത വീണ്ടും അവർ പൂർണ്ണ ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ നീരുകാലം കഴിഞ്ഞിട്ട് അപ്പം ഉമ്മയ്ക്ക് എന്തെങ്കിലും ചികിത്സ നീരുകാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒന്നുമില്ല? ഇല്ല, നീരുകാലം കഴിഞ്ഞ് ഉമ്മയ്ക്ക് വേറെ ഒരു നല്ല 2-3 കഴുക്കൽ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നല്ല നീരുകാലം കഴിഞ്ഞപ്പോൾ ഒരു 2 കഴുക്കും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ വയറ് നിറച്ച് പച്ചവെള്ളം പച്ചപ്പനി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് പുള്ളി കയറി പോകുന്നു. ഇവർ വെള്ളത്തിൽ കളിയൊക്കെ ഇഷ്ടമാണോ? വെള്ളത്തിൽ കളിയാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം. ഇഷ്ടം അതിൻ്റെ പേരിൽ ഇപ്പോൾ ഉമ്മയെ സംബന്ധിച്ച് സാധാരണ ഒരു ആനയെ കഴുകുന്ന പോലെ പുഴയിലൊന്നും കൊണ്ടൊന്നും പെട്ടെന്ന് നമുക്ക് ഇറക്കി കഴുകാൻ പറ്റില്ല. ആനയെ കൊളത്താനുള്ള സൗകര്യം വേണം. അതായത് ആന ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കരയ്ക്ക് ഒരു മരത്തെ കൊളത്തിയിട്ടാണ് ആന പുഴയിലേക്ക് നമുക്ക് ഇറക്കി ഫ്രീ ആയിട്ട് വിടാൻ പറ്റത്തില്ല. ഫ്രീ ആയിട്ട് വിട്ടാൽ പുള്ളി അവിടെ ചെല്ലുമ്പം പുള്ളിക്ക് കളിക്കണം എന്ന് തോന്നുന്നു. പുള്ളി അവിടെ കിടന്ന് കളിക്കും, നീർക്കാൻകുഴിയിടിയിൽ, മുങ്ങാൻകളി, അങ്ങനെയൊക്കെ തലകുത്തി മറിച്ചില്ല, അങ്ങനെയുള്ള കളികളും കാര്യങ്ങളുമായിട്ട് പിന്നെ പുള്ളിക്ക് ഇഷ്ടം എപ്പം മതിയാക്കുന്നു അന്നേരം പുള്ളി കയറി വരാൻ ബുദ്ധിമുട്ട് തന്നെ. അവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞ് പുള്ളിയുടെ ഇഷ്ടാനുസരണം കളിക്കും. പിന്നെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഇത് അറിയാവുന്നതിന്റെ പേരിൽ നമ്മൾ അതിന്റെ മുൻകരുതലുകളെല്ലാം എടുത്ത് നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാതെ നമ്മളൊരിക്കലും എല്ലാവരും പോലെ ഞാനിതാന്ന് പറഞ്ഞ ആനയെ കൊണ്ടൊന്ന് വെള്ളത്തിലേക്ക് ഒന്നും അങ്ങനെ ചാടിക്കാറില്ല. എന്നാലും പുള്ളിയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതിന്റെ പേരിൽ നമ്മളത് മുൻകൂർ അതിന്റെ ഒരിക്കൽ നമ്മൾ പോകാറുള്ളൂ. ഇവന് ഉത്സവപ്പറമ്പിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഇപ്പോൾ കുറച്ച് കാലമായില്ലേ സ്ഥിരം പോകുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. നമ്മളിപ്പോൾ ഇപ്പം നമ്മുടെ ആന ഇപ്പം എവിടെ തന്നെ ചെന്നാലും 2-ാമത്തെയും 3-ാമത്തെയും പ്രാവശ്യമായിരിക്കും ആന ചെല്ലുന്നത്. ഈ ക്ഷേത്രത്തിൽ തന്നെ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പം 2-ാമത്തെയും 3-ാമത്തെയും പ്രാവശ്യം ആവുകൊണ്ട് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഫ്രണ്ട്സുകളുണ്ട്, കൂട്ടുകാരുണ്ട്. അതേപോലെ നമുക്ക് ഈ പരിചയങ്ങളും ബന്ധങ്ങളും ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആനയെ കെട്ടാനുള്ള സ്ഥലം, അതുപോലെ ആനയെ കുളിപ്പിക്കാനുള്ള സ്ഥലം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് നേട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഇവന്റെ സ്ഥിരം ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഉത്സവപ്പറമ്പിൽ ഇവന്റെ ചങ്ങാതിമാര്? ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥിരം പൂരം എടുക്കുന്നത് പാറന്നൂർ നന്ദനാണ്, അതുപോലെ മുള്ളത്ത് ഗണപതി ആന, തിരുവേപ്പുറം പത്മനാഭൻ ആന, അങ്ങനെയുള്ള കുറച്ച് സ്ഥിരം പരിപാടി കുട്ടികളുണ്ട്. അവര് തമ്മിൽ എപ്പോഴും നല്ല ഫ്രണ്ട്സ് ആണ്. ഇവരെ തമ്മിൽ നമുക്ക് ഒരേ പറമ്പിൽ തന്നെ ഒരു കുഴപ്പമില്ല. അങ്ങോട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു പട്ട തീർന്നാലും നിങ്ങളുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് പോയി അവർക്ക് എൻ്റെ പരാതിയില്ല. ചില ആനകളുണ്ട് ഒരു പട്ട മുമ്പിൽ കിടക്കുന്ന എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമില്ലാത്ത ആനകളുണ്ട്. പക്ഷെ ഇതുങ്ങളൊക്കെ എല്ലാ പൂരപ്പറമ്പിലും എന്താ പറയാ നമ്മുടെ സഹോദരന്മാരെ പോലെ കൂട്ടുകൂടി നടക്കുന്നുണ്ട്. നമ്മൾ കൂട്ടി എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പനങ്കൈ വാരി അതുങ്ങൾ തിന്നും. അതുകൊണ്ട് ഒരു പരാതിയോ കാര്യങ്ങളോ സ്നേഹത്തിലാണ് പോകുന്നത്. ഇപ്പൊ ഇവന്റെ ഒപ്പമുള്ളൊരു അനുഭവം പറയാൻ പറഞ്ഞാല് ചേട്ടൻ എന്താണ് പറയാൻ പറ്റുന്നത്? അനുഭവം പറയാൻ പറഞ്ഞാല് അവന്റെ ഒപ്പമുള്ള എല്ലാ അനുഭവവും എനിക്ക് സന്തോഷം. ഒരേ നിമിഷവും ഒരേ ഇതും എന്റെ ഒരേ ആനന്ദങ്ങളുള്ള ഇതാണ്. എന്നാലും ഇവനൊരു ചേട്ടനുമായിട്ടൊരു വല്ലാത്ത അടുപ്പത്തിന്റെ ഒരു അനുഭവം എനിക്കുണ്ടായി. എന്താന്ന് ചോദിച്ചാല് എനിക്ക് എന്ത് വന്നാലും അവനെന്നെ കാക്കൂന്ന് എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 10ാമതേം പരിപാടി ചെറങ്ങര ഭഗവതി അമ്പലത്തിൽ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നപ്പോഴ് തൊട്ടടുത്ത് നിന്ന ചോപ്പീസ് കുട്ടി ശങ്കരൻ എന്ന് പറയുന്ന ആന എന്നെ തട്ടിയിട്ട് കുത്തുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്താണെങ്കിലും എന്നെ ആന തട്ടിയിട്ട് കുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഉരുണ്ട് ഉമ്മയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും ഉമ ആ ആനയുടെ അടുത്തേക്ക് കൊമ്പും തലയും കൊണ്ട് ചെന്ന് എന്നെ ആക്രമിക്കാൻ പറ്റില്ലാത്ത വിധത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്തു. അതിന്റെ പേരിലാണ് ഒരു പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഫൈനെ പിടിച്ചോ പുറത്തേക്ക് പോയായിരുന്നെങ്കിൽ എന്താണോ ഉണ്ടാവുക എന്ന് നമ്മളോട് പറയാൻ പറ്റില്ല. അതെന്താണെങ്കിലും ഉമയെ എന്നെ രക്ഷപ്പെടുത്തി. ഉമയ്ക്ക് ആ സമയത്ത് അതിനുള്ള ഒരു ഇത് അവിടുത്തെ ഭഗവതി നൽകി എന്ന് പറയാം. അപ്പൊ അത് അത്രയും ഒരു ഇതാണ് ഞാനും ഉമയും തമ്മിൽ. ഉമ്മ പൊതുവെ എല്ലാവരോടും ഭയങ്കര ഒരു കെയറിംഗ് ആണോ, അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കൂട്ടത്തിലാണ്? ഇപ്പം നമ്മുടെ നാട്ടുകാരാണെങ്കിലും ഇവിടെ എനിക്കറിയാം ഉമ്മയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമുക്ക് ഇന്ന് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തെന്ന് അനീഷ് അതുപോലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് ഉമ്മ വളരെ കൂട്ടാണോ? ഒരുപാട് ആരാധകരൊക്കെ ആയിട്ട് ഉമ്മ ഇഷ്ടമാണ്. പക്ഷെ എന്നിരുന്നാലും എന്റെ ഒരു മൗനസമ്മതം ഇല്ലാതെ അവർ ചെല്ലുന്നത് ഉമ്മ ഇഷ്ടമല്ല. ചില സമയത്ത് ഇവർ കൊണ്ടുവന്നൊരു പലതും കൊടുക്കുമ്പോൾ ആനും മേടിക്കില്ല. അന്ന് ചിലപ്പോൾ നമ്മളെ അടുത്തിരുന്ന് അത് മേടിച്ചോളാൻ പറഞ്ഞാൽ അതിനൊരു പ്രശ്നമില്ല. ഇപ്പം ചേട്ടൻ ഉമ്മയുടെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പോയിട്ടുണ്ട്. എവിടാണ് ഉമ്മയ്ക്ക് ആരാധകർ കൂടുതലുള്ളത്?
ഉമയ്ക്ക് ആരാധകർ കൂടുതലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ പരിപാടിയും പാലക്കാടും തൃശ്ശൂർ ജില്ലയില്ല. ജസ്റ്റ് എറണാകുളം വരെ പോകും. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വളരെ കുറവാണ്. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലേക്ക് ഞങ്ങൾ പോകാറില്ല. ഏറ്റവും കൂടുതൽ തൃശ്ശൂർ, പിന്നെ നമ്മുടെ അന്നമനയുടെ ഭാഗത്ത്, പിന്നെ അത് അവിടുത്തെ ഒരു ആനയാണെന്ന് നാട്ടുകാരെന്നുള്ള രീതി നമുക്ക് അതിൻ്റെ ഇത് വയ്ക്കാം. എന്നാലും ഏറ്റവും കൂടുതൽ പാലക്കാട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് ആരാധകർ ഏറ്റവും കൂടുതലുള്ളത്. ഇവന്റെ ഉടമസ്ഥരുമായിട്ടുള്ളൊരു അതെങ്ങനെയാണ്? ഉടമസ്ഥരായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആനയുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് വത്സേട്ടനും ശശിയേട്ടനുമാണ്. അവരെ രണ്ടുപേരെയും ആനയ്ക്ക് വലിയ കാര്യം. ഏത് സമയത്ത് ഇപ്പൊ വത്സേട്ടനാണെങ്കിലും ശശിയേട്ടനാണെങ്കിലും ആനയുടെ അടുത്ത് വരുമ്പം എന്തെങ്കിലും അതിന് കഴിക്കാനുള്ള ഒരു ഉരുണ്ട ശർക്കരയെങ്കിലും കൊണ്ടേ വരുള്ളൂ. അതപ്പം നമ്മളില്ലെങ്കിലും അവർക്കത് അത് അവനും അറിയാം. അതിനും അതൊരു വലിയ സന്തോഷവും ഉള്ളൊരു കാര്യം. മനോട്ട് ഇപ്പൊ ഈ തടിപ്പണി കുറയുന്നുണ്ട്. അപ്പം ഉമ്മയ്ക്ക് തടിപ്പണി അറിയാം, പക്ഷെ ഇപ്പം പോവാറില്ല. ഉമയ്ക്ക് തടിപ്പണി അറിയാം, പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഇതുവരെ തടിപ്പണിക്ക് പോയിട്ടില്ല. അപ്പം എന്നിരുന്നാലും നമുക്ക് തടിപ്പണി കുറയുന്നു. അപ്പോൾ എക്സസൈസിന് നമ്മൾ എന്താണ് ഉമയ്ക്ക് കൂടുതൽ കൊടുക്കുന്നത്? വഴിയടിയാണോ? ഇല്ല, വഴിയടി എന്ന് പറഞ്ഞാൽ ഇപ്പം വഴിയടിയും കാര്യങ്ങളും ഒന്നും അങ്ങനെ പറയുന്ന കണക്ക് മൊത്തത്തിലില്ലല്ലോ. ഇപ്പം ലോറിയിലാണ് യാത്ര. പിന്നെ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ ഒരു വഴിയടിയും കാര്യങ്ങളും ഒക്കെ. പിന്നെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കഴുക്ക് നല്ലൊരു ഇതാണ്, അതിനൊരു വ്യായാമം. അത് ഒഴുക്ക് നീട്ടി കൊണ്ടിരുത്തി കഴുകണം എന്ന് പറയുമ്പോൾ അത് വേറെ പല ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ നന്നായിട്ട് കഴുകുമ്പോൾ തന്നെ ആനയ്ക്കാനൊരു ഉന്മേഷവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം അതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഈ ജോലിയുടേതായ അനുസരിച്ച് ഇപ്പം പലരും പല വിധത്തിലത് മാറും. അപ്പോൾ അതിൻ്റെതനുസരിച്ച് അതിൻ്റെ ശരീരവും ആരോഗ്യവും മാറും. ഇപ്പം തൂമ്പാപ്പണി എടുത്ത് നടക്കുന്ന വ്യക്തികളുണ്ട്, ആ സ്ഥാനത്ത് ഏസിക്കാത്തിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. തൂമ്പാപ്പണി എടുത്ത് നടക്കുന്നതിൻ്റെ അത്ര എക്സസൈസ് അവന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. പക്ഷെ അവൻ്റെ ആ ഒരു പ്രകൃതിയായിട്ട് ആ വ്യക്തി അങ്ങ് യോജിച്ചു പോകുന്നത് പോലെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇതുമായിട്ട് അതിൻ്റെ ശരീരഘടന അങ്ങ് യോജിച്ചു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ. മനോജേട്ടൻ ഉമ്മയെ എവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത്? അമ്പലപ്പറമ്പിൽ വെച്ചാണ്. ഏത് അമ്പലപ്പറമ്പ് ഓർമ്മയുണ്ടോ? കൊല്ലങ്ങൾക്ക് മുമ്പാണോ വേണ്ടേ? കൊല്ലങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 22 കൊല്ലമെങ്കിലും കണ്ടിട്ടുണ്ട്. അന്ന് ആഗ്രഹിച്ചിരുന്നോ അവനെ ഒന്ന്? അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാനെ കൊണ്ട് നടക്കുമ്പം വേറൊരു ആന എനിക്ക് കൊണ്ട് നടക്കണം എനിക്കൊരു ആഗ്രഹം തോന്നാറില്ല. കാരണം ഞാൻ കൊണ്ടു നടക്കുന്നതാണ് എനിക്ക് കാക്കിക്ക് തൻകുഞ്ഞു പെൺകുഞ്ഞു എന്ന് പറയുന്നതാണ്. ഞാൻ കൊണ്ടു നടക്കുന്നതിനാണ് എനിക്ക് വലുത്. എൻ്റെ 22 വർഷം മുമ്പാണ്, 23 വർഷം മുമ്പാണ്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഒന്നിച്ചു കൂടി. അതെ, അത് കഴിഞ്ഞ് ഒന്നിച്ചു കൂടി ഞങ്ങളിപ്പോ ഒരു കൂട്ടായി. അതെ, ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ഒരാൾ മുമ്പോട്ട് തോളത്ത് തുമ്പിയൊക്കെ തൂക്കിയിട്ട് നിങ്ങളങ്ങ് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആന തെറ്റുകയാണ്. തെറ്റി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഇവിടെ ആയിരുന്നപ്പോൾ പുള്ളി എപ്പോഴും എന്ത് ചെയ്താലും ആനയുടെ അടുത്ത് ചെല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രവണത വെച്ച് അവിടെയും ചെന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിയെ ആന ഉപദ്രവിച്ചു. പുള്ളി മരണപ്പെടുകയുണ്ടായി. ഇപ്പൊ രാവിലെ 10 മണിക്ക് ഓടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ആന ബോഡി എടുക്കാൻ സമ്മതിച്ചില്ല.